ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പെട്ടെന്നൊരു പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി, അത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുവേ. ആ ഒരു പൊടി ഒരു ബൗളിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ആ പൊടിക്കകത്തേക്കുണ്ടല്ലോ, ഞാൻ മൊത്തത്തിൽ ഒരു കവർ പാലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുറച്ച് പാല് ഈ പൊടിക്കകത്തേക്ക് കലക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ 2 സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ച് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ പിടിക്കും. ഇനി അത് നല്ല മെൽറ്റായി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് വേറൊരു ബൗളിനകത്തേക്ക് ഒഴിച്ച് വെക്കാം. പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ ഒഴിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യും. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് ബാക്കിയിരുന്ന പാലില്ലേ, അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം കലക്കി വെച്ച കോൺഫ്ലോറില്ലേ പാലിനകത്ത്, അത് ഒഴിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കൈയെടുക്കാതെ തീ വളരെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പെട്ടെന്ന് പിടിക്കും കേട്ടോ. ഈ കുറുകി വന്നതുണ്ടല്ലോ, ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത പാത്രം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഞാൻ ഒഴിക്കുവാണ്. ഈ സമയത്ത് 2 തുള്ളി വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം ഒരു ഫ്ലേവറിന്. ഇല്ലെങ്കിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക 2 എണ്ണം പൊടിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഏലക്ക ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാൻ എന്നിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തായിരുന്നേ. ഇത് നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിക്കാം കേട്ടോ. അങ്ങനെ വളരെ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്നൊരു പുഡിങ് തയ്യാറാക്കി. ഞാനിത് അപ്പുറത്ത് ഒരാൾ കീബോർഡ് വായിക്കുന്നുണ്ട്, ഒരാൾ പഠിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. അവരുടെ അഭിപ്രായം കൂടെ കേൾക്കാമല്ലോ. ഒരെണ്ണം കഴിച്ചു. സൂപ്പർ സൂപ്പർ എന്ന് പറയില്ലേ, കൊള്ളാന്ന് പറ, ടേസ്റ്റ് ആന്ന് പറ. ടേസ്റ്റ് ഞാൻ പറയാം, നല്ല സ്വാദാ. ഇതിന്റെ മുട്ടയാണ് പുഡിങ് കൊള്ളാം.